മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തായ്ലാൻഡിൽ വെച്ചുകൊണ്ടുള്ള ഒഫീഷ്യലായിക്കൊണ്ടുള്ള ആദ്യ പ്രീ സീസൺ മത്സരത്തിന് വ്യാഴാഴ്ച ഇറങ്ങുകയാണ്. എതിരാളികൾ മറ്റാരുമല്ല, തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ പട്ടായ യുണൈറ്റഡ് FC-യാണ്. മിക്കഹൽ സ്റ്റെയർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് FCക്ക് എതിരാക്കാനുള്ള പോസിബിൾ ലൈനപ്പും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെ കുറിച്ചൊക്കെ നോക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വരുന്ന ജൂലൈ 11 വ്യാഴാഴ്ച 2:30 കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് FCക്കെതിരെ പ്രീ സീസൺ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാച്ച് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് മത്സരം കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ലൈവ് ടെലികാസ്റ്റ് ഇല്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദുർബലരായ ഒരു ടീം തന്നെ. തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ഈ ഒരു പട്ടായ യുണൈറ്റഡ് FCയുടെ മൊത്തം മാർക്കറ്റ് വാല്യൂ 12.2 കോടിയോളം രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു ടീമിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നും ഈ ഒരു ടീമിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ സ്ഥിരം ഇവാൻ ആശാനു കീഴിൽ ബ്ലാസ്റ്റേഴ്സ് 4-4-2 എന്നൊരു ഫോർമേഷനുമായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മിക്കഹൽ സ്റ്റെയർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് 3-4-3 എന്നൊരു ഫോർമേഷനുമായിട്ടാകും ഇറങ്ങുക. അതാണ് മിക്കഹൽ സ്റ്റെയറയുടെ സ്ഥിരം ഫോർമേഷൻ. അങ്ങനെ വരുമ്പോൾ ഗോൾ കീപ്പറായിക്കൊണ്ട് പുതിയ ഗോൾ കീപ്പറായ നോഡോ ഫെർണാണ്ടസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. 3 ഡിഫൻഡേഴ്സിനെയാണ് മിക്കഹൽ സ്റ്റെയർ പരീക്ഷിക്കുക. ഒന്ന് നമുക്ക് മിലോസിനെയും അതുപോലെ തന്നെ ഹോമി പാമനെയും പ്രീതം കോട്ടാലിനെയും പ്രതീക്ഷിക്കാം. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ 4 മിഡ്ഫീൽഡേഴ്സിനെയാണ് മിക്കഹൽ സ്റ്റെയർ സ്ഥിരം ഇറക്കാറുള്ളത്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ഒന്ന് നമുക്ക് ജീക്സൺ സിംഗിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനെയും പ്രതീക്ഷിക്കാം. ഇനി 2 വിങ്ങുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ നോഹയെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ താരമായ ജോസുയെയും നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ പെപ്രയെയും അതുപോലെ തന്നെ ഈശാൻ പണ്ഡിറ്റയെയും KP രാഹുലും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത്. പ്രീ സീസൺ മത്സരമായതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങളെ മാറ്റി പരീക്ഷിക്കാവുന്ന അവസരവും മുന്നിലുണ്ട്. ഏതായാലും ഈ വരുന്ന വ്യാഴാഴ്ച 2:30 കൂടിയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.